ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2013 റിലീസായ ദ ലോസ്റ്റ് മെഡാലിയൻ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ബില്ലി സ്റ്റോൺ എന്ന ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. നേരെ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. മൂവിയുടെ ആരംഭത്തിൽ ഡാനിയൽ എന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു. മുത്തശ്ശി അവിടെ ഒരുപാട് കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാനിയലിനെ കണ്ടതും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഹേയ് ഡാനിയൽ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എനിക്കിവിടെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങളെയും കണ്ടിട്ട് പോവാമെന്ന് കരുതി വന്നതാണ്. എന്താണ് ഇവിടെ ഇത്രയും കുട്ടികൾ എന്ന് ചോദിക്കുകയാണ് ഡാനിയൽ. അവർ ഒരുപാട് കുട്ടികളെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഡാനിയലിനോട് പറയുന്നു. അതിൽ ബില്ലി എന്നൊരു കുട്ടി അവിടെ ഇരിക്കുന്നു. അവൻ ആരോടും ഒന്നും തന്നെ സംസാരിക്കാറില്ല. അതുപോലെ തന്നെ ആലി എന്നൊരു പെൺകുട്ടിയും അവിടെയുണ്ട്. അവളും ആരോടും കൂട്ടുകൂടാതെ അവിടെ നിൽക്കുന്നു. അവളും ആരോടും അധികം സംസാരിക്കാറില്ല. ബ്ലൂ ടീഷർട്ട് ധരിച്ച ഇവനാണ് ഹുക്കോ. അവനാണ് അവിടുത്തെ രാജാവെന്നാണ് അവൻ്റെ വിചാരം. അതുപോലെയാണ് മറ്റു കുട്ടികളോടുള്ള അവൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. ഡാനിയൽ അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ അവിടെ എത്തുന്ന ഒരു ചെറിയ പെൺകുട്ടി ഡാനിയലിനോട് ഒരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. ഒരേ ഒരു കഥ മതി എന്നെല്ലാം പറയുകയാണ് ആ പെൺകുട്ടി. അത് കേട്ടതും ഒരു കഥ പറഞ്ഞു തരാമെന്ന് സമ്മതിക്കുകയാണ് ഡാനിയൽ. ഇത് കേട്ടതും ആ ചെറിയ പെൺകുട്ടി അവിടെയുള്ള എല്ലാ കുട്ടികളെയും അങ്ങോട്ട് വിളിക്കുന്നു. നിനക്ക് കഥ പറയാനുള്ള സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. സമയം ഇഷ്ടം പോലെയുണ്ട്, കഥയാണില്ലാത്തത് എന്ന് പറയുകയാണ് ഡാനിയൽ. എല്ലാ കുട്ടികളും കഥ കേൾക്കാനായി റൂമിലിരിക്കുന്നു. നിങ്ങൾ എന്ത് കഥയാണ് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കുട്ടികൾ. ഇത് കേട്ടതും ഡാനിയൽ ചുറ്റുപാടും നോക്കുന്നു. അവിടെയുള്ള ബില്ലി എന്ന കുട്ടിയുടെ കഴുത്തിലെ ഒരു ചെയിൻ ഡാനിയൽ കാണുന്നു. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ദ ലോസ്റ്റ് മെഡാലിയൻ എന്ന് പറയുകയാണ് ഡാനിയൽ. മെഡാലിയൻ എന്നാൽ എന്താണ് എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ അത് കഴുത്തിലണിയുന്ന ചെയിൻ പോലെയുള്ളതാണ് എന്ന് പറയുകയാണ് ഡാനിയൽ. അതുകൂടാതെ ഈ കഥയിൽ 3 കുട്ടികളാണുള്ളത്. അതിൽ രാജാവായ ഒരുത്തൻ്റെ പേരാണ് ഹുക്കോ എന്ന് പറയുമ്പോൾ അതെൻ്റെ പേരാണെന്ന് പറയുകയാണ് ഹുക്കോ എന്ന കുട്ടി. അറിയാത്ത പോലെ അഭിനയിച്ച ഡാനിയൽ, ആണോ നിന്റെ പേര് ഹുക്കോ എന്നാണോ എന്ന് ചോദിക്കുന്നു. അതുകൂടാതെ ബില്ലി എന്നൊരു കുട്ടിയും ആലി എന്ന പേരുള്ള ഒരു പെൺകുട്ടി കൂടിയുണ്ട് എന്ന് പറയുകയാണ് ഡാനിയൽ. അങ്ങനെ അവരെ 3 വെച്ച് ഡാനിയൽ ഒരു സ്റ്റോറി ഉണ്ടാക്കി പറയാൻ ആരംഭിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ആ ദ്വീപിലെ രാജാവിന്റെ കിരീടത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കല്ലും ഉണ്ടായിരുന്നു. ദ്വീപിലുള്ള എല്ലാവരും തുല്യരാണെന്ന് കാണിക്കാൻ കിരീടം ഉപേക്ഷിച്ച് ആ വിശിഷ്ടമായ കല്ലുകൊണ്ട് ഒരു മാല ഉണ്ടാക്കുന്നു. അതുപയോഗിച്ച് രാജാവ് എന്തു പറഞ്ഞാലും അതെല്ലാം സംഭവിക്കും. കൃഷി വേണമെന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ കൃഷി താനെ ഉണ്ടാവും. അങ്ങനെ ആ ശക്തി ഉപയോഗിച്ച് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആ ദ്വീപിനെ രാജാവ് രക്ഷിക്കുന്നു. മാത്രമല്ല, ശത്രുക്കൾ യുദ്ധത്തിന് വരുമ്പോൾ പോലും മാലയുടെ ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്യാതെ പോലും വിജയിക്കാൻ രാജാവിന് കഴിഞ്ഞു. എന്നാൽ ഒരിക്കൽ രാജാവിന്റെ മകന്റെ കയ്യിൽ നിന്നും ആ വിശിഷ്ടമായ കല്ല് നഷ്ടപ്പെടുന്നു. അതെവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല. ആ കല്ലിന്റെ ശക്തി മനസ്സിലാക്കിയ കോബ്ര എന്ന ഒരാൾ ഒരു പടയുമായി കല്ലെടുക്കാൻ ദ്വീപിലേക്ക് വരുന്നു. എന്നാൽ കല്ലിന്റെ ശക്തി ഇല്ലാത്തതിനാൽ രാജാവിന് ഒന്നും തന്നെ ചെയ്യാനാവുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് നേരെ സ്റ്റോറിയിലേക്ക് പോകുന്നു. രക്ഷപ്പെട്ടോടുന്ന രാജാവ് ആ കല്ല് വയ്ക്കുന്ന മാല ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു മരത്തിനടിയിൽ കുഴിയെടുത്ത് ഒളിപ്പിക്കുന്നു. എന്നാൽ ആ കല്ല് കിട്ടാത്തതിലുള്ള ദേഷ്യത്തിൽ കോബ്ര എന്നയാൾ രാജാവിനെ കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ദ്വീപിൽ ആർക്കിയോളജിസ്റ്റുകൾ വന്ന് മെഡാലിയൻ എന്ന ആ കല്ലിന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബില്ലി എന്ന പേരിൽ ഒരുത്തൻ ആരും കാണാതെ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും അവിടെയുള്ള ഒരു ടെന്റിൽ പോയി ടൂൾ ബോക്സ് എടുക്കുന്നു. അതുകൊണ്ട് അവിടെയുള്ള ഒരു സ്ഥലത്ത് കുഴി കുഴിച്ച് എന്തൊക്കെയോ എടുക്കുകയാണ്. ഇത് കാണുന്ന ആർക്കിയോളജിസ്റ്റ് ഹെഡ്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോ എന്ന് പറയുകയാണ്. എനിക്കും നിങ്ങളെപ്പോലൊരു ആർക്കിയോളജിസ്റ്റ് ആവണം, എന്നെ ഇവിടെ നിൽക്കാൻ മാത്രം അനുവദിക്കൂ, ഞാൻ ഇവിടെയുള്ള ജോലികളെല്ലാം തന്നെ ചെയ്യാമെന്ന് പറയുകയാണ് ബില്ലി. അവനോട് വീട്ടിലേക്ക് പോവാൻ പറയുകയാണ് അയാൾ. അത് വേറെ ആരുമല്ല, ബില്ലിയുടെ അച്ഛൻ തന്നെയാണ്. എന്നാൽ അവിടെ വരുന്ന 2 പേർ ഇനി ഈ സ്ഥലത്ത് ആരും തിരച്ചിൽ നടത്താൻ പാടില്ല എന്ന് ഒരു നോട്ടീസ് അവിടെ ഒട്ടിച്ചു വെക്കുന്നു. അങ്ങനെ അവർ 2 പേരും കാറിൽ കയറുമ്പോൾ അവിടെ പണ്ടത്തെ കോബ്രയുടെ പോലുള്ള ഒരാൾ കാറിലിരിക്കുന്നത് കാണിക്കുന്നു. ഇവന്റെ പേരാണ് കോബ്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ആ മെഡാലിയൻ അന്വേഷിച്ചിരുന്നു. ആർക്കും അത് കണ്ടെത്താനായില്ല. എന്നാൽ ബില്ലി എന്ന ഈ കുട്ടിക്ക് അതിന് സാധിക്കുമെന്ന് പറയുകയാണ് കോബ്. ബില്ലി അവൻ്റെ കൂട്ടുകാരി ആലിയെ കാണാൻ പോവുകയാണ്. നീ മെഡാലിയൻ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുകയാണ് ആലി.
ഇല്ല, എനിക്കിതുവരെ അതിന് സാധിച്ചിട്ടില്ല. അച്ഛൻ അതിനുള്ളിൽ കയറാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ കോബിന്റെ ആളുകൾ അവരെ രണ്ടുപേരെയും ഏത് സമയവും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ആർക്കിയോളജിസ്റ്റുകൾ തിരച്ചിൽ നടത്തുന്ന ആ സ്ഥലത്ത് കോബ് നോട്ടീസ് പതിച്ചത് എന്തിനാണെന്നാൽ അവൻ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ സമയം ബില്ലി ആലിയെ അവരുടെ ഓർഫനേജിൽ കൊണ്ടുവിടുന്നു. ആലി അവനൊരു ബുക്ക് കാണിച്ചു കൊടുക്കുന്നു. എനിക്കൊരു ആന്റിക് സ്റ്റോറിൽ നിന്നും കിട്ടിയതാണിത്, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ആ ബുക്ക് അവന് കൊടുക്കുന്നു. അങ്ങനെ ആലി അവളുടെ ഓർഫനേജിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ആരും തന്നെ ആലിയോട് സംസാരിക്കാറില്ല. മറുവശം ബില്ലി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ വിഷമിച്ചിരിക്കുന്നത് അവൻ കാണുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇനി ആ സ്ഥലത്ത് തിരച്ചിൽ നടത്താനാവില്ല. കുഴപ്പമില്ല, വെറുതെ ആ ഇല്ലാത്ത മെഡാലിയന് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് എന്തിനാണ് എന്ന് പറയുകയാണ് ബില്ലിയുടെ അച്ഛൻ. ഇത് കേട്ടതും അമ്മ അങ്ങനെ ഒരു മെഡാലിയൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, തീർച്ചയായും ഞാനത് കണ്ടുപിടിക്കും എന്ന് പറയുകയാണ് ബില്ലി. ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുപോലെ ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മരണശൈലിയിൽ കിടക്കുന്ന ബില്ലിയുടെ അമ്മ അവനോടൊരു കാര്യം പറയുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് ലഭിച്ച ഒരു കല്ലാണിത്. ഇത് കയ്യിൽ വെക്കുന്നത് ഭാഗ്യമാണെന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ കുടുംബം ഒരുപാട് നാളായി ഇത് സൂക്ഷിച്ചു. ഇതിപ്പോൾ ഞാൻ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് ഏത് കല്ലാണെന്നാൽ മെഡാലിയനിൽ നിന്നും തെറിച്ചു വീണ കല്ലിന്റെ ഭാഗമാണ്. ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുന്നു. പെട്ടെന്ന് ഇവൻ ഇരിക്കുന്ന മുറിയിലേക്ക് ആരോ വരുന്നത് പോലെ തോന്നിയ ബില്ലി അവിടെയുള്ള ഒരു ബാറ്റ് എടുത്ത് അടിക്കാൻ ഒരുങ്ങുന്നു. അത് ആലി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ബില്ലി സോറി പറയുന്നു. ഞാൻ ഓർഫനേജിൽ നിന്നും പുറത്തു വന്നതാണ്, എനിക്കെൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ആലി. അത് ആരാണെന്ന് പോലും നിനക്കറിയില്ല, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? നീ ഓർഫനേജിലേക്ക് തന്നെ തിരിച്ചു പോവൂ, അതാണ് നല്ലത് എന്ന് പറയുകയാണ് ബില്ലി. അതിനുശേഷം രാവിലെ ആലി കൊടുത്ത ബുക്ക് വായിച്ചു നോക്കുകയാണ് അവർ. എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് ബില്ലി ബുക്ക് നോക്കുന്നത്. ആ ബുക്കിൽ എന്താണെന്ന് എഴുതിയിരിക്കുന്നതെന്നാൽ ഭൂമികുലുക്കം വരും, അത് പുഴയുടെ അടുത്തേക്ക് നീങ്ങിപ്പോവും എന്നാണ്. ആ മെഡാലിയൻ ചിലപ്പോൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടുണ്ടാവും, ഭൂമികുലുക്കം വന്നപ്പോൾ അത് പുഴയുടെ അടുത്തേക്ക് നീങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അവർ. ഇവർ ഈ പറയുന്നതെല്ലാം കോബിന്റെ ആളുകൾ അവിടെ ഒരു മരത്തിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ രണ്ടുപേരും ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് അവിടെയെല്ലാം അന്വേഷിക്കുന്നു. എന്നാൽ അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് കുറച്ച് ആളുകൾ വരുന്നത് പോലെ അവർക്ക് തോന്നുന്നു. അത് കോബിന്റെ ആളുകളായിരുന്നു. അവരിൽ നിന്നും ഓടി ഒളിക്കുകയായിരുന്നു ബില്ലിയും ആലിയും. അങ്ങനെ അവർ ഒരു മരത്തിന് പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നു. ഈ സമയം അവരുടെ കയ്യിലെ ഡിറ്റക്ടർ ശബ്ദിക്കാൻ ആരംഭിക്കുന്നു. ഇത് കണ്ടതും ബില്ലി അവിടെ കുഴിച്ചു നോക്കുന്നു. ആ കാഴ്ച കണ്ടതും അവൻ ഞെട്ടുന്നു. എന്താണെന്നാൽ ഇത്രയും നാൾ അവൻ അന്വേഷിച്ചിരുന്ന മെഡാലിയൻ അവിടെ ആയിരുന്നു. അതെടുത്ത് തിരിഞ്ഞു നോക്കുന്നതും അവിടെ അതെല്ലാം കണ്ടുകൊണ്ട് കോബിന്റെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ബില്ലിയും മാലിയും ബൈക്ക് എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ കോബിന്റെ ആളുകൾ ജീപ്പ് എടുത്ത് അവരെ പിന്തുടരുകയാണ്. എന്നാൽ ഒരു ടേണിങ്ങിൽ അവരുടെ ജീപ്പ് ആക്സിഡന്റ് ആവുന്നു. അങ്ങനെ ബില്ലിയും ആലിയും അവരുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ എത്തിയതും അവർ മെഡാലിയൻ എടുത്ത് നോക്കുകയാണ്. പെട്ടെന്നാണ് ബില്ലിയുടെ പോക്കറ്റിൽ എന്തോ തിളങ്ങുന്നത് പോലെ അവർ കാണുന്നത്. നോക്കുമ്പോൾ അത് ബില്ലിയുടെ അമ്മ അവന് നൽകിയ ആ കല്ലായിരുന്നു. അത് തിളങ്ങാൻ ആരംഭിക്കുകയാണ്. പെട്ടെന്ന് അത് ഉയർന്നു വരികയും അവർ നോക്കി നിൽക്കെ മെഡാലിയനിൽ പോയി സെറ്റാവുകയും ചെയ്യുന്നു. ഇതെല്ലാം ബില്ലിയുടെ അച്ഛനെ കാണിക്കാനായി പോകുമ്പോൾ അവിടെ കോബിന്റെ ആളുകൾ അച്ഛനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ബില്ലിയുടെ കയ്യിലുള്ള മെഡാലിയൻ അവർക്ക് നൽകാൻ പറയുകയാണ് അവർ. അവന്റെ കയ്യിൽ ആ വസ്തുവൊന്നുമില്ല, അവനെ ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ് ബില്ലിയുടെ അച്ഛൻ. പെട്ടെന്ന് ബില്ലി അവന്റെ കയ്യിലുള്ള മെഡാലിയൻ എടുത്ത് കാണിക്കുന്നു. അത് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്, അതിന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല എന്ന് പറയുകയാണ് കോബിന്റെ ആളുകൾ. എനിക്കറിയാം, ഇത് നമ്മൾ ചോദിക്കുന്നതെല്ലാം സാധിച്ചു തരും എന്ന് പറഞ്ഞു ബില്ലി. ഇവിടെ നടന്നതെല്ലാം എനിക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പവർ വന്ന് അവരെ രണ്ടുപേരെയും അവിടെ നിന്നും വേറെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. അവർ നേരെ പോകുന്നത് ഒരു കാട്ടിലേക്കാണ്. അവിടെയുള്ള ബീച്ചിൽ ഒരുപാട് ആളുകളും നിൽക്കുന്നത് അവർ കാണുന്നു. അവരുടെ ഐലാൻഡ് തന്നെയാണ് അത് എന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ അവരിപ്പോൾ ട്രെയിൻ ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അവർ. ഈ സമയം അവിടെ എത്തിയ ഒരു കുട്ടി അവരെ രണ്ടുപേരെയും പിടിച്ച് അവരെ രാജാവിന്റെ അടുത്ത് എത്തിക്കുന്നു. രാജാവ് വേറെ ആരുമല്ല, ഹുക്കോ എന്ന കുട്ടിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുകയാണ് ഹുക്കോ. ഇതിനിടയിൽ ബില്ലിയുടെ കഴുത്തിലെ മെഡാലിയൻ ഹുക്കോ കാണുന്നു. ഇത് കാണുന്ന ദ്വീപിലുള്ള ജനങ്ങളെല്ലാം സന്തോഷിക്കുകയും കൈകൊട്ടാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മെഡാലിയൻ പുതിയ രാജാവ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അവിടെയുള്ള ഒരാൾ. ഇത് കേട്ട ഹുക്കോ, എന്ത്,
ഞാനാണ് രാജാവ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആരും തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. എന്താണെന്നാൽ മെഡാലിയൻ കയ്യിലുള്ള ആളായിരുന്നു അവരുടെ രാജാവ്. രാത്രി അവർക്ക് വിരുന്നൊരുക്കുകയാണ് അവിടെയുള്ളവർ. ഈ സമയം ഹുക്കോ ബില്ലിന്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറയുന്നു. ആ മെഡാലിയൻ എനിക്ക് തന്നേക്ക്, ഞാനാണ് രാജാവാവേണ്ടതെന്ന് പറയുകയാണ്. എന്നാൽ അത് തരാനാവില്ല എന്ന് പറയുകയാണ് ബില്ലി. ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം അടുത്ത ദ്വീപിന്റെ രാജാവായ കോബ്ര അറിയുന്നു. ഇങ്ങനെ സ്ട്രേഞ്ചറായ ഒരു കുട്ടി എവിടെ നിന്നോ മെഡാലിയനായി വന്നതും അവനെ രാജാവാക്കിയെന്നും കോബ്രയോട് പറയുന്നു. ഞാനാണ് രാജാവെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കോബ്ര. അതവിടെയുള്ള ആർക്കും തന്നെ അറിയില്ല എന്ന് പറയുകയാണ് അവിടെ നിന്നിരുന്ന ഒരാൾ. ഇത് കേട്ടതും ദേഷ്യം വന്ന കോബ്ര അയാളുടെ കഴുത്തിൽ മുറിവാക്കുകയും നഖത്തിനുള്ളിലെ വിഷം ആ മുറിവിലൂടെ കടത്തിവിട്ട് അയാളെ കൊന്നുകളയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം കോബ്ര അയാളുടെ പടയുമായി ആ ദ്വീപിലേക്ക് യുദ്ധത്തിനായി വരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം ഇത് കണ്ടതും ഒരുപാട് ഭയപ്പെടുകയും ഓടി രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്യുന്നു. ബില്ലിയുടെ അടുത്തേക്ക് വന്ന ഹുക്കോ ആ മെഡാലിയൻ എനിക്ക് തായോ, കോബ്രയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. എന്നാൽ മെഡാലിയൻ എനിക്ക് തരാനാവില്ല എന്ന് പറയുകയാണ് ബില്ലി. പെട്ടെന്ന് അവിടേക്ക് കോബ്ര വരുന്നു. നോക്കുമ്പോൾ ആലി കോബ്രയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. മര്യാദയ്ക്ക് ആ മെഡാലിയൻ എൻ്റെ കയ്യിൽ തന്നേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ കൊന്നുകളയും എന്ന് പറയുകയാണ് കോബ്ര. ഇത് കേട്ടതും ബില്ലി വേണ്ട എന്ന് പറയുകയും ആ മെഡാലിയൻ എടുത്ത് കോബ്രയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമയം കുട്ടികളെല്ലാവരും കൂടെ അവിടെയുള്ള ചെറിയ വാട്ടർഫോൾസിലേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. മെഡാലിയൻ കയ്യിലെടുത്ത കോബ്ര ആ കുട്ടികളെല്ലാം മരിച്ചു പോവാനായി വിഷ് ചെയ്യുന്നു. പക്ഷേ എന്തോ കാരണത്താൽ ആ വിഷ് വർക്കാവുന്നില്ല. കോബ്രയുടെ കൂടെയുള്ള 2 ആളുകളോട് ആ കുട്ടികളെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് കോബ്ര അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുന്ന കുട്ടികൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ കാട്ടിൽ ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെ അവർ അവിടെയുള്ള ഫെലിക്ക എന്നയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. അയാൾ ആ ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാളോട് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള മെഡാലിയൻ കോബ്ര എന്നയാൾ തട്ടിയെടുത്തിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാനാവുമോ എന്ന് ചോദിക്കുകയാണ് ബില്ലി. എന്നാൽ തനിക്ക് സഹായിക്കാനാവില്ലെന്ന് പറയുകയാണ് ആ മനുഷ്യൻ. നിങ്ങൾ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് മെഡാലിയൻ എടുക്കും എന്ന് പറയുകയാണ് ബില്ലി. ഇത് കേട്ടതും അയാൾ ചിരിക്കാൻ ആരംഭിക്കുന്നു. ഞാനും കുട്ടിയായിരുന്നപ്പോൾ നിന്നെപ്പോലെയായിരുന്നു. ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്നാൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ് ഫെലിക്ക. അവിടെ ഇരുന്ന പൈനാപ്പിൾ ആലിക്ക് കൊടുത്ത ശേഷം അവളോട് അതിന്റെ ഉള്ളിൽ വെടിമരുന്ന് നിറച്ച് പൊട്ടിത്തെറിപ്പിക്കണമെന്ന് പറയുകയാണ്. ആലി അവിടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വെടിമരുന്ന് പോലെ ഉണ്ടാക്കി അത് പൊട്ടിത്തെറിപ്പിക്കുന്നു. അവിടെയുള്ള മറ്റൊരു കുട്ടിയോട് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും മോശം പൈനാപ്പിളും ഏറ്റവും നല്ല പൈനാപ്പിളും കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അവനും അതുപോലെ ചെയ്യുന്നു. ആ കുട്ടിയും ടെസ്റ്റിൽ പാസ്സാവുന്നു. ഒരു പൈനാപ്പിൾ എടുത്ത് ഹുക്കോയ്ക്ക് കൊടുത്ത ശേഷം അത് 100 കഷ്ണങ്ങളാക്കി വെട്ടണം. അതുമാത്രമല്ല എല്ലാ കഷ്ണങ്ങളും ഒരേ സൈസ് ആയിരിക്കണമെന്ന് അവനോട് പറയുന്നു. അതുപോലെ ബില്ലിയോട് അവിടെയുള്ളൊരു തെങ്ങിൽ ഞാനൊരു പൈനാപ്പിൾ തൂക്കിയിട്ടിട്ടുണ്ട്, അതെടുത്തു കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ ബില്ലി ഒരുപാട് തവണ തെങ്ങിൽ കയറാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവനതെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നുന്നു. അവിടെയുള്ള ഒരു കല്ലെടുത്ത് ആ പൈനാപ്പിളിനെ ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ അതെടുക്കാൻ അവന് സാധിക്കുന്നു. പെട്ടെന്ന് ഫെലിക്ക അവരോടൊരു കാര്യം പറയുന്നു. ഇവിടേക്ക് ആരോ വരുന്നതായി ശബ്ദം കേൾക്കുന്നുണ്ട്, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകണം എന്ന് പറയുകയാണ് ഫെലിക്ക. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നു. ഈ സമയം അവരോട് യുദ്ധം ചെയ്യാമെന്ന് പറയുകയാണ് ഹുക്കോ. എന്നാൽ നമ്മുടെ കയ്യിൽ അതിനാവശ്യമായ ആയുധങ്ങളില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുകയാണ് ബില്ലി. എന്നാൽ അവരിപ്പോൾ ഒരു ക്ലിഫ് പോലെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നും എങ്ങനെ ഇറങ്ങണമെന്ന് ബില്ലിക്കറിയില്ല. ഈ സമയം ബില്ലിക്കൊരു ബുദ്ധി തോന്നുന്നു. അവിടെയുള്ള ഒരു മരത്തിന്റെ റൂട്ട് വേറെ ഒരു മരത്തിൽ കെട്ടിവെച്ചു. അതിലൂടെ അവർ എല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെടുന്നു. മറുവശം കോബ്ര അയാളുടെ എല്ലാ ശത്രുക്കളും നശിച്ചു പോകണമെന്ന് വിഷ് ചെയ്യുകയാണ്. എന്നാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആ ദ്വീപ് മുഴുവൻ കത്തിയിരിഞ്ഞ് ഇല്ലാതാവണമെന്ന് വിഷ് ചെയ്യുന്നു. എന്നാൽ അതും സംഭവിക്കുന്നില്ല. എന്താണിതെന്ന് മനസ്സിലാവാത്ത കോബ്ര അയാളുടെ അഡ്വൈസറിനോട് അങ്ങോട്ട് വരാൻ പറയുന്നു. എന്താണ് മെഡാലിയൻ വർക്കാവാത്തത്, അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ് കോബ്ര. പൂർണ്ണചന്ദ്രൻ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വർക്കാവാത്തതെന്ന് കള്ളം പറയുകയാണ് അഡ്വൈസർ. നീ എന്നോട് കള്ളം പറയണ്ട, എന്താണെന്ന് സത്യം പറ എന്ന് കോബ്ര പറയുന്നു. നിങ്ങൾ ഒരുപാട് നാളെ ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെഡാലിയൻ ഉപയോഗിക്കാനാവൂ എന്ന് പറയുന്നു. എന്നാൽ അതും കള്ളമാണെന്ന് കോബ്ര മനസ്സിലാക്കുന്നു.
രണ്ടും കൽപ്പിച്ച് അഡ്വൈസർ സത്യം പറയുകയാണ്. നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ മെഡാലിയൻ ഉപയോഗിക്കാനാകൂ എന്ന് പറയുന്നു. ഇത് കേട്ട കോബ്ര അപ്പോൾ ഞാനൊരു മോശം വ്യക്തിയാണെന്നാണോ എന്ന് ചോദിച്ച് അഡ്വൈസറിനെ അവിടെ വെച്ച് കൊന്നുകളയുന്നു. ഈ സമയം അവരെ ആക്രമിക്കാൻ വന്ന ആളുകളെ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ തീരുമാനിക്കുകയാണ് ബില്ലിയും മറ്റുള്ളവരും. അവർ പോകുന്ന ബോട്ട് ഒഴികെ ബാക്കി എല്ലാത്തിലും ഹോളിട്ട് വെച്ചിരിക്കുകയാണ് ബില്ലി. അങ്ങനെ ആരും കാണാതെ അതിൽ ഒരു ബോട്ട് എടുത്ത് അവിടെ നിന്നും പോവുകയാണ് അവർ. ഇത് കണ്ടതും അക്രമികൾ അവരെ പിന്തുടരുന്നു. എന്നാൽ അവരുടെ ബോട്ട് എല്ലാം പാതി വഴിയിൽ മുങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഇവർ ദ്വീപിന്റെ മറ്റൊരു വശത്തേക്ക് എത്തുന്നു. അവർ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫെലീക്ക ആലിയോട് ബില്ലിയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുന്നു. മുൻപിൽ നടന്നുപോയ ബില്ലിയെയും മറ്റു കുട്ടികളെയും കോബ്രയുടെ ആളുകൾ പിടിച്ചു കൊണ്ടുപോകുന്നു. അവിടേക്കെത്തിയ ഫെലീക്കയും ആലിയും കാണുന്നത് താഴെ വീണ് കിടക്കുന്ന ബില്ലിയുടെ ബാഗാണ്. ഇത് കാണുന്നതും ആലി കരയാൻ ആരംഭിക്കുന്നു. ഫെലീക്ക അവളെ സമാധാനിപ്പിക്കുകയും അവരെ രക്ഷിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കാമെന്നും പറയുന്നു. മറുവശം ബില്ലിയെയും കുട്ടികളെയും ഒരു കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുകയാണ് കോബ്രയുടെ ആളുകൾ. ഈ സമയം അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധ മാറ്റുകയാണ് ഫെലീക്ക. അവിടെ ഒരാൾ മാത്രം കാവൽ നിന്നിരുന്നു. ഒരു പടക്കമെടുത്ത് അങ്ങോട്ടെറിയുന്ന ആലി അയാളെ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എത്തിയ ആലിയും ഫെലീക്കയും കുട്ടികളെ രക്ഷപ്പെടുത്തി അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിയവർ ഒരു ബീച്ച് സൈഡിൽ എത്തുകയാണ്. അതുവഴി നടന്നു പോവുകയായിരുന്നു അവർ. പെട്ടെന്ന് കാട്ടിൽ നിന്നും ഒരു അമ്പ് ബില്ലിയുടെ നേരെ പാഞ്ഞു വരുന്നു. ഇത് കണ്ടത് ഫെലീക്ക അതിനു മുൻപിലേക്ക് കയറുന്നു. അയാളുടെ നെഞ്ചിൽ അമ്പ് തറച്ചു കയറുന്നു. താഴെ വീണ ഫെലീക്ക ഇവിടെ ആരും നിൽക്കണ്ട, വേഗം തന്നെ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ മറ്റു കുട്ടികളോട് പറയുന്നു. അപ്പോൾ തന്നെ ഫെലീക്ക മരണപ്പെടുന്നു. കുട്ടികളെല്ലാവരും അവിടെ വെള്ളത്തിൽ കിടന്നിരുന്ന മരത്തടിയിൽ പിടിച്ചു നീന്തി കോബ്രയുടെ സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ മറുവശം കോബ്രയുടെ കോട്ടയിൽ എല്ലാവരോടും സംസാരിക്കുകയാണ് കോബ്ര. നാളെ ഇവിടെയുള്ള ആളുകളെയെല്ലാം നമ്മൾ കൊല്ലാനായി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം ഈ രാത്രി കഴിച്ചോളൂ എന്ന് പറയുകയാണ്. അവിടെ എത്തിയ ബില്ലിയും കുട്ടികളും അവിടെ മെഡാലിയൻ കഴുത്തിലണിഞ്ഞ് കിടന്നുറങ്ങുന്ന കോബ്രയെ കാണുന്നു. അയാളുടെ കഴുത്തിൽ നിന്നും അത് എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് പറയുകയാണ് ബില്ലി. ഒരു കയറിൽ തൂങ്ങി അവിടെ പോയി ഇറങ്ങുകയാണ് ബില്ലി. കോബ്രയുടെ കഴുത്തിൽ കിടക്കുന്ന മെഡാലിയൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കോബ്ര തല മറുവശത്തേക്ക് തിരിച്ചു വെച്ച് ഉറങ്ങുന്നു. ഇത് കണ്ടതും ബില്ലി ഭയപ്പെടുന്നു. വീണ്ടും അതെടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കോബ്ര കണ്ണു തുറക്കുന്നു. ഇത് കണ്ടതും ബില്ലി ഭയപ്പെടുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ബില്ലി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ അവർ പിടിക്കുന്നു. മുകളിലുള്ള ബാക്കി കുട്ടികളും ഒരു ട്രാപ്പിൽപ്പെട്ട് അവരുടെ കയ്യിൽ അകപ്പെടുന്നു. ഈ സമയം അവിടെ എത്തുന്ന കോബ്രയുടെ പുതിയ അഡ്വൈസർ ബില്ലിയെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റണം, എങ്കിൽ മാത്രമേ ആ കുട്ടി മുഖേന നിങ്ങൾക്ക് മെഡാലിയൻ യൂസ് ചെയ്യാനാവൂ എന്ന് പറയുന്നു. അങ്ങനെ ബില്ലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവന്റെ ദേഹത്ത് കൂടി ഒരു പാമ്പിഴിഞ്ഞു പോകുന്നു. ബില്ലി ഇത് കണ്ട് ഭയപ്പെട്ടു കിടക്കുകയാണ്. പെട്ടെന്ന് കോബ്ര ആ പാമ്പിനെ പിടിച്ച് ഒരു കുപ്പിയിൽ അടച്ചു വെക്കുന്നു. നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത് എന്ന് ബില്ലി ചോദിക്കുമ്പോൾ നീ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുകയാണ് കോബ്ര. നീ എൻ്റെ സുഹൃത്തൊന്നുമല്ല, എൻ്റെ കൂട്ടുകാർ പുറത്താണുള്ളത്. നീ എന്തിനാണ് അവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ ആ ട്രാപ്പിൽ കുടുങ്ങിയപ്പോൾ തന്നെ മരണപ്പെട്ടു എന്ന് പറയുകയാണ് കോബ്ര. ഇത് കേട്ടതും ബില്ലിക്ക് ഒരുപാട് വിഷമമാവുന്നു. രാത്രി അവന് വേണ്ടി ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുക്കുകയാണ് കോബ്ര. എന്നാൽ കോബ്രയുടെ ഉദ്ദേശം മനസ്സിലായ ബില്ലി നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് വേണ്ടി ഞാൻ ആ മെഡാലിയൻ ഉപയോഗിക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടതും കോബ്രയ്ക്ക് ഒരുപാട് ദേഷ്യമാവുന്നു. ബില്ലിയെ വീണ്ടും ആ ജയിലിൽ തന്നെ അടച്ചു വെക്കുന്നു. ബില്ലി രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ സ്വപ്നത്തിൽ ഫെലീക്ക വരികയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ബില്ലി, നീ ഒരിക്കലും അവന് വേണ്ടി ആ മെഡാലിയൻ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. അടുത്ത ദിവസം കോബ്ര വീണ്ടും അവിടേക്ക് വരുന്നു. അപ്പോഴും മെഡാലിയൻ യൂസ് ചെയ്യില്ല എന്ന് പറയുകയാണ് ബില്ലി. ഞാൻ അതിനു വേണ്ടിയല്ല വന്നത്. നിന്റെ കൂട്ടുകാരും ഇതുവരെ മരണപ്പെട്ടിട്ടില്ല. എന്നാൽ എനിക്ക് വേണ്ടി നീ മെഡാലിയൻ യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. കുറച്ചു സമയത്തിന് ശേഷം ബില്ലി അവന്റെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വസ്തു ലഭിക്കുന്നു. അതുകൊണ്ട് ജയിലിന്റെ പൂട്ട് തുറന്ന് അവൻ കൂട്ടുകാരെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരെല്ലാവരും ജോലി ചെയ്യുന്നതായി കാണുന്നു.
ആലിയെ കാണുന്ന ബില്ലി അവളുടെ അടുത്തേക്ക് പോയി, ഞാൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു. അടുത്തതായി നിങ്ങളെയാണ് രക്ഷിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെയുള്ള ആളുകൾ കുടിക്കുന്ന ജ്യൂസിൽ നിങ്ങൾ മയക്കുമരുന്ന് ചേർക്കണമെന്ന് അവരോട് പറയുന്നു. എന്നാൽ മയക്കുമരുന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവിടെ തടവിലുള്ള മറ്റു ദ്വീപിലെ ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. അതുണ്ടാക്കിയ ശേഷം അവിടെയുള്ള ഓരോ കാവൽക്കാർക്കായി നൽകുന്നു. ഈ സമയം മെഡാലിയൻ എടുക്കാൻ ട്രൈ ചെയ്യുകയാണ് ബില്ലി. അവിടെ കോബ്രയുടെ ആളുകൾ കോബ്രയ്ക്ക് വേണ്ടി ജയ് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. കോബ്ര മെഡാലിയൻ അവിടെ ഒരു സ്ഥലത്ത് വെക്കുന്നു. ശേഷം അവിടെയുള്ള ഒരു തുണി മാറ്റുമ്പോൾ പുറകിൽ ഹുക്കോയെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ കാണിക്കുന്നു. അവന് ചുറ്റും ഒരുപാട് മരക്കഷ്ണങ്ങളും അവർ വെച്ചിരുന്നു. എന്താണെന്നാൽ അവനെ കത്തിക്കാൻ പോവുകയാണ് അവർ. പെട്ടെന്ന് അവിടേക്ക് ഒരുപാട് ആളുകൾ ആക്രമിച്ചു കയറുന്നു. എന്താണെന്നാൽ കാവൽക്കാരെല്ലാം ബോധം കെട്ടതിനാൽ ഗ്രാമത്തിലുള്ളവർ അങ്ങോട്ട് അതിക്രമിച്ച് കയറിയതായിരുന്നു. അവർ കോബ്രയുടെ ആളുകളുമായി യുദ്ധം ചെയ്യുന്നു. ഈ ആക്രമണത്തിൽ മെഡാലിയൻ തെറിച്ച് താഴെ വീണിരുന്നു. അതെടുക്കാൻ കോബ്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ കാലിൽ തട്ടി അത് അവസാനം ബില്ലിയുടെ കൈകളിൽ എത്തുന്നു. കോബ്രയും അവനെ പിന്തുടരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു വലിയ കുഴിയായിരുന്നു. അതിനപ്പുറം കടക്കാൻ ബില്ലിക്കാവുന്നില്ല. ഈ സമയം ആലി വീണ്ടും കോബ്രയുടെ കയ്യിൽ പെടുന്നു. നീ ആ മെഡാലിയൻ എനിക്ക് തന്നാൽ ഇവളെ ഞാൻ വെറുതെ വിടാം എന്ന് കോബ്ര പറയുകയാണ്. ഈ സമയം മെഡാലിയനുള്ള കല്ലെടുത്ത് അങ്ങോട്ടെറിയുന്നു. എന്നാൽ അത് ഫേക്ക് ആണെന്ന് കോബ്ര മനസ്സിലാക്കുന്നു. ബില്ലി കോബ്രയെ ഒരു കമ്പെടുത്തടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് കോബ്രയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ സമയം കോബ്ര അവന്റെ നാഗത്തിനുള്ളിലെ കൊടും വിഷം ബില്ലിയുടെ കഴുത്തിലേക്ക് കുത്താനൊരുങ്ങുന്നു. എന്നാൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ബില്ലി. കോബ്രയുടെ ആ നഖങ്ങൾ അവന്റെ കഴുത്തിൽ തന്നെ കുത്തുന്നു. അതു കാരണത്താൽ അവന് ബോധം പോകുന്നത് പോലെ തോന്നുന്നു. എന്നാൽ ബില്ലിയും കോബ്രയും മെഡാലിയന് വേണ്ടി പിടിവലി നടത്തുന്നു. ഒരു ഘട്ടത്തിൽ മെഡാലിയനുമായി കോബ്ര ആ വലിയ കുഴിയിലേക്ക് വീണ് മരണപ്പെടുന്നു. എന്നാൽ അതിലെ കല്ല് ഇപ്പോഴും ബില്ലിയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് മാത്രം ഒരു ശക്തിയും ലഭിക്കില്ല. അങ്ങനെ ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ബില്ലി നേരെ പോയി അവിടെയുള്ള മരത്തിന് താഴെ കുഴിക്കുന്നു. അവിടെ രാജാവ് കുഴിച്ചിട്ട ആ മെഡാലിയൻ ഉണ്ടായിരുന്നു. ഫ്യൂച്ചറിലുള്ള മെഡാലിയനാണ് ബില്ലി ആദ്യം എടുത്തതും അത് കോബ്രയുടെ കുഴിയിലേക്ക് വീണതും. ആ മെഡാലിയനിൽ കല്ല് വെച്ച ശേഷം അത് ഹുക്കോയുടെ കഴുത്തിൽ അണിയുന്നു. അതിനുശേഷം ഹുക്കോ ഇവർ രണ്ടുപേരും അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോവാനായി വിഷ് ചെയ്യുന്നു. ബില്ലിയും ആലിയും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. നേരെ അവർ ബില്ലിയുടെ വീട്ടിലെത്തുന്നു. എന്നാൽ അവിടെ എത്തി നോക്കിയപ്പോൾ മുഴുവൻ ചേഞ്ച് ആയിരുന്നു. കോബിന്റെ ആളുകൾ ഇപ്പോൾ നല്ല ആർക്കിയോളജിസ്റ്റുകളാണ്. കോബ്ര മരണപ്പെട്ടതിനാൽ കോബ് ജനിച്ചതുപോലുമില്ല. അങ്ങനെ എല്ലാം ഒരുപാട് മാറിയിരിക്കുന്നു. ബില്ലി അവന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ആ മെഡാലിയൻ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ അവർക്കത് ലഭിക്കുന്നു. എന്താണെന്നാൽ ഹുക്കോ ആണ് അതവിടെ കുഴിച്ചിട്ടത്. അതോടെ ഈ കഥ അവസാനിച്ചു എന്ന് കുട്ടികളോട് പറയുകയാണ് ഡാനിയൽ. അതിനുശേഷം കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഡാനിയലും അമ്മൂമ്മയും. ഈ സമയം ബില്ലിയും ആലിയും ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കുന്നതും ഹുക്കോ എല്ലാവരോടും നന്നായി പെരുമാറുന്നതും കാണിക്കുന്നു. ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിക്കുന്നു. ഇനിയും ഇതുപോലുള്ള മൂവി കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.